നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്നതിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന ചോദ്യത്തോട് പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല. ബൽറാം നടുങ്ങ ഡൽഹിയിൽ ചേർന്നു. ബൽറാം, ഒരു സുദീർഘകാലത്തിന് ശേഷം എവിടെയും സർക്കാരില്ലാത്തൊരു ഇടതുകാലമാണ് ഇനി കടന്നുപോകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം അത് ദേശീയതലത്തിലടക്കം അവലോകനം ചെയ്യപ്പെടും. എത്രത്തോളം സാധ്യത ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനുണ്ട്? ഒപ്പം ഈ പറയുന്ന നേതൃയോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തപ്പെടും? തോൽവി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമോ? സുഹൈൽ, നിർണായകമായ ഒരു യോഗമാണ് ഡൽഹിയിൽ ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവലോകനമാണെങ്കിൽ പോലും അതിൽ രാജ്യം ഉറ്റുനോക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ഈ വിഷയം സാങ്കേതികമായി സംസ്ഥാനത്ത് നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനിക്കേണ്ടത് എങ്കിൽ പോലും പിണറായി വിജയന്റെ പേര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം തന്നെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അംഗമാണ്. അദ്ദേഹത്തിന്റെ ഘടകം പോളിറ്റ് ബ്യൂറോ ആണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം തന്നെ ഈ 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് പദവികൾ ഏറ്റെടുക്കുന്നതിന്. അതിൽ പിണറായി വിജയന് നേരത്തെ ഇളവ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയാകുന്നതിനും ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നതിനും അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അത്തരത്തിൽ ഇളവ് നൽകുകയാണെങ്കിലും അക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം തന്നെയാണ് നിർണായകമാകുക. എന്തായാലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം അദ്ദേഹത്തിന്റെ പേര് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപും നേരത്തെ 2011 മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ആണ്. സമാനമായി തന്നെ ഈ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ ഭരണത്തെ നയിച്ച ഈ തിരഞ്ഞെടുപ്പിൽ LDF-നെ നയിച്ച നേതാവ് തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതാണ് പ്രതിരോധമൊരുക്കാൻ നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം. മറ്റു ചില പേരുകൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന നിലപാടുമുണ്ട്. എന്തായാലും പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന ഘടകത്തിന്റെ പ്രാഥമിക അവലോകനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ യോഗത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളായിരിക്കും ഈ യോഗത്തിൽ നടക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തുടർ ഭരണത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. അതിന് വിരുദ്ധമായ തരത്തിൽ വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിശദാംശങ്ങൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളും അടക്കം ഉള്ളവയും പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ പോലും കേരളത്തിലെ സാഹചര്യം അതിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. വിശദമായ ചർച്ചകൾ മെയ് 22-ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാകുക. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.